അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പം, ചപ്പാത്തിക്ക്, ഇടിയപ്പത്തിനൊക്കെ നല്ലൊരു അടിപൊളി കറിയാണ്. വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. നമുക്കെല്ലാം കൂടെ സെപ്പറേറ്റ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഇത്തിരി ഒഴിച്ചതിന് ശേഷം ഞാനിപ്പം ഉരുളൻകിഴങ്ങ്, സവാള, തക്കാളി, 2-3 വെളുത്തുള്ളി അല്ലി, ഒരു ഇച്ചിരി ചെറിയ കഷ്ണം ഒരു ഇഞ്ചി, ഇതെല്ലാം കൂടെ പച്ചമുളകും കീറിയിടണേ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കിതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നിങ്ങൾ സെപ്പറേറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ആദ്യം ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റിയതിന് ശേഷം പിന്നെ ഉരുളൻകിഴങ്ങ് ഒന്നി പുഴുങ്ങി ചേർക്കും, അല്ലെങ്കിൽ പിന്നീട് ചേർത്തല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനല്ല, എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നന്നായി ഇതൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇളക്കിയിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ആ ആവിയിൽ ആ ടൊമാറ്റോയിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് നന്നായി അതൊന്ന് പകുതി ഒന്ന് വാടി കിട്ടും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്, ഒന്ന് നോക്കണം. അപ്പം ക്വാണ്ടിറ്റി എത്രയുണ്ടെന്നനുസരിച്ച് നിങ്ങൾ അതനുസരിച്ച് മസാല ചേർക്കണം. ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലേ, അതിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, അതൊരു 2 ടീസ്പൂൺ. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പം ഗരം മസാല ഞാനൊരു 3/4 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ അളവ് പറയുവാണെങ്കിൽ വലിയ 2 ഉരുളൻകിഴങ്ങ്, ഒരു മീഡിയം സൈസിലെ 2 സവാള, ഒരു വലിയ ടൊമാറ്റോ, അത്രയും ആണ് ഇതിപ്പം നമ്മുടെ ക്വാണ്ടിറ്റി. എന്നിട്ട് ഇത് ഇളക്കിയതിന് ശേഷം തീ ഏറ്റവും കുറച്ചിട്ട് കുറച്ച് നേരം അടച്ചു കൊടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വെന്ത് വരും. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ ചെറിയ തീയിലൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, തുറന്ന് വെച്ച് മസാലയൊക്കെ നന്നായിട്ട് നമുക്കതിൻ്റെ മണം വരും. ആ പച്ചമണത്തിൻ്റെ ആ മണമൊക്കെ ഒന്ന് പോയി നല്ല മസാല മൂത്ത മണം വന്നു. അപ്പോൾ ഇതിൽ ഒന്ന് വേണമെങ്കിൽ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 മുറി തേങ്ങ, അതിലേക്ക് 2 ഏലക്കയും, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തോട്ട് ആ അരപ്പൂടെ ചേർത്തിട്ട് നന്നായി ഇതൊന്ന് ചേരൊന്ന് മിക്സാക്കി കൊടുക്കുക. അരപ്പൊക്കെ ഒന്ന് വേവട്ടെ. അതുപോലെ വെജിറ്റബിൾ ഇത് മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കാൻ ക്യാരറ്റ്, മട്ടർ, ഫ്ലവർ, ഇതെല്ലാം ഇതിൽ ചേർത്ത് കൊടുത്താൽ കുറേയും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയും ചാറായിട്ട് വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആരംഭത്തിൽ അതൊക്കെ ഒന്ന് വഴട്ടാൻ നേരം ചേർത്ത ഉപ്പേ ഉള്ളൂ കേട്ടോ, പിന്നെ ഉപ്പ് ചേർത്തില്ല. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണ്, ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് തിളച്ച് ഒരിച്ചിരി ഒന്ന് കുറുകി വരട്ടെ. തിളയ്ക്കുമ്പോൾ ഇത് നന്നായി കുറുകും, നമ്മൾ ആ തേങ്ങ ചേർത്തതുകൊണ്ട്. ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട ചേർക്കണമെങ്കിൽ ലാസ്റ്റിൽ മുട്ടയും ചേർക്കാം, അപ്പം നല്ലൊരു മുട്ടക്കറിയാവും. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് നല്ലതായിട്ട് ഇത്തിരി ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി നേരം കൂടെ തണുക്കുമ്പോൾ അത് ഒന്നുകൂടെ കുറുകും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.